പേരാവൂർ മുരിങ്ങോടിയിലെ പുരളിമല മുത്തപ്പൻ മടപ്പുരയിൽ തിരുവപ്പന മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 7 വരെ നടക്കും. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ജാതിമത ഭേദമന്യേ മുത്തപ്പനെ കണ്ടു തൊഴുവാൻ മടപ്പുരയിലെത്തുന്നത്. 365 ദിവസങ്ങളിലും തിരുവപ്പനയുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ പുരളിമല മുത്തപ്പൻ മടപ്പുര. മടപ്പുരയിലെ തിരുവപ്പന മഹോത്സവം ഫെബ്രുവരി 3 ചൊവ്വാഴ്ച മുതൽ ഫെബ്രുവരി 7 ശനിയാഴ്ച വരെ 5 ദിവസങ്ങളിലായി വിപുലമായ രീതിയിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായ ആചാരപരമായ ചടങ്ങുകൾക്ക് പുറമെ നിരവധി കലാപരിപാടികൾ, വർണ്ണശബളമായ ഘോഷയാത്ര മുതലായവയാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ജാതിമതഭേദമന്യേ നിരവധി ആളുകളാണ് പുരളിമല മുത്തപ്പനെ കാണാൻ മടപ്പുരയിൽ എത്താറുള്ളത്. സന്തോഷം എല്ലാമായി കഴിഞ്ഞിട്ട് പിന്നീട് വരണം. മുത്തപ്പന് സന്തോഷമായി കൂടിക്കാണണം. എല്ലാ വിഭാഗത്തിലുമുള്ള ജനപങ്കാളിത്തവും ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വളരെ മികച്ച രീതിയിലാണ് തിരുവപ്പന മഹോത്സവം നടത്തിവരുന്നതെന്നും മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് കെ മോഹൻദാസ്, ആഘോഷ കമ്മിറ്റി കൺവീനർ നിധീഷ് PV എന്നിവർ പറഞ്ഞു. മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതിലും പൂർവാധികം ഭംഗിയോടുകൂടി നടത്താൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർ വിട്ട് പുറം നാട്ടിൽ നിന്നുള്ള ആൾക്കാരും മുത്തപ്പ മടപ്പുരയിൽ വന്നിട്ട് മുത്തപ്പ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. ഫെബ്രുവരി 3 മുതൽ 7 വരെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം 100-ൽ പരം ആഘോഷ കമ്മിറ്റിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ആഘോഷ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡിംഗ് ആയിട്ട് മാതൃസമിതിയും ഉണ്ട്. അവരുടെയൊക്കെ സജീവ സാന്നിധ്യം സഹകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി 3 ചൊവ്വാഴ്ച 4 മണിക്കാണ് കൊടിയേറ്റം. തുടർന്ന് പേരാവൂരിൽ നിന്ന് മടപ്പുരയിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തും. ഫെബ്രുവരി 4, 5 തീയതികളിൽ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ നടക്കും. 4ാം ദിവസമായ വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് വർണ്ണശബളമായ ഘോഷയാത്ര പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മടപ്പുരയിലേക്ക് പുറപ്പെടും. 5ാം ദിവസമായ ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് മടപ്പുരയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കെട്ടിയാടുന്നതും ഭക്തിസ്വരൂപിണിയുമായ ഭഗവതിയുടെ തമ്പുരാട്ടി കെട്ടിയാടലുണ്ടാകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.